അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുഷാർ മെഹ്ത എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വേണ്ടി വന്നത്. വല്ലാത്തൊരു ഡോക്ടറാണ്. ഈ ഡോക്ടർ നാം ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഈ ഡോക്ടറിനെ അറിഞ്ഞിരിക്കണം. ഈ ഡോക്ടർ വല്ലാത്തൊരു ഭീകര ജീവിയാണ്. ഡോക്ടറിന്റെ ഒരു സങ്കടകരമായ, ഡോക്ടർക്ക് സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖം ഡോക്ടർ ഈ അടുത്ത് റിപ്പബ്ലിക് ഡേ അതിൻ്റെ തലേ ദിവസം ആ അനുഭവം പറഞ്ഞു. വല്ലാണ്ട് സങ്കടമായി. ജനങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ ഡോക്ടർ വല്ലാത്ത ദുഃഖിതനാണ്. ഈ തുഷാർ മെഹ്ത എന്ന് പറയുന്ന ഡോക്ടർ ഡൽഹി എയർപോർട്ടിൽ പോയ സമയത്ത് സുരക്ഷാ പരിശോധന നടത്തുമല്ലോ, നമ്മുടെ ബാഗും മറ്റുമെല്ലാം സുരക്ഷ, അതായത് സ്കാനർ മിഷനിലൂടെ നമ്മുടെ വസ്തുക്കൾ ഇങ്ങനെ പരിശോധന നടത്തും. ആ പരിശോധന നടന്നിങ്ങനെ വരുമ്പോൾ ഡോക്ടർക്കുണ്ടായ ഒരു അനുഭവം. ഡോക്ടറിന്റെ ആ ബാഗെല്ലാം പരിശോധന കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കാൻ നോക്കി. ബാഗൊക്കെ നോക്കുമ്പോൾ സാധനങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഡോക്ടർ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ആപ്പിൾ വാച്ച് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഡോക്ടർക്ക് സങ്കടമായി, എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഡോക്ടർ വല്ലാണ്ട് സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരെടുത്തിട്ടുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു കള്ളനെ പോലെ ഇങ്ങനെ പോകുന്നത്. പെട്ടെന്ന് പിടികൂടി. ഡോക്ടർ ഭയങ്കര സമർത്ഥനല്ലേ, അങ്ങനെ പിടികൂടി നോക്കുമ്പോൾ ഇതാ ഈ ആപ്പിൾ വാച്ച് അവന്റെ കയ്യിലുണ്ട്. പിടിച്ചു. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. തൊട്ടടുത്ത ഷോപ്പിൽ മറ്റൊരു ചെറുപ്പം, ഇവർ രണ്ടാൾ കൂടിയിട്ടാണ് ഈ വാച്ച് മോഷ്ടിച്ചത്. ഡോക്ടർ അത്ഭുതമാണ്. ആ നിമിഷം നേരെ ആ രണ്ട് ചെറുപ്പക്കാർ പിടികൂടിയെന്ന് മാത്രമാണ്. ആ ഒരു അനുഭവം ഡോക്ടർ ഉടനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അത്ഭുതകരം, ആളുകളൊക്കെ ഈ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്തറിയോ, ആ മോഷ്ടിച്ച രണ്ട് ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരെ പേര് കേട്ടപ്പോഴേക്ക് ആളുകളുടെ രക്തം ഇങ്ങനെ കുതിക്കാൻ തുടങ്ങി. ആരെന്നറിയോ, ഒന്ന് ഷൊയ്ബാണ്, മറ്റൊന്ന് ഷാക്കിബാണ്, മുഹമ്മദ് ഷാക്കിബ്. ഈ രണ്ട് മുസ്ലിം പേര് കണ്ടതോടുകൂടെ ഈ മുസ്ലിങ്ങളെ കൊന്നൊടുക്കണം, ഒറ്റ ഒന്നിനെ വെച്ചേക്കരുത്, ഇവരുള്ള കാലത്തോടൊരു സുരക്ഷിതയില്ല, ഇവിടെ സമാധാനമില്ല, ഇവർ മോഷ്ടാക്കളാണ്, ഇവർ കള്ളന്മാരാണ്, ഇവരെ ഒന്ന് തുടച്ചു മാറ്റണം. വന്ന് ആ വാർത്ത ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചതോടുകൂടി കൃത്യമായൊരു പരിശോധന വേണമല്ലോ. അങ്ങനെ ഈ വാർത്ത കേട്ട് സങ്കടപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായ CISFന്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ പരിശോധന നടത്തി. പരിശോധന നടത്തപ്പോൾ ഈ ഡോക്ടറിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, ഈ രണ്ട് ചെറുപ്പക്കാരിങ്ങനെ പിടികൂടുന്നതും അവരുടെ കയ്യിൽ നിന്ന് ആ വാച്ച് ഇങ്ങനെ മോഷ്ടിച്ച വാച്ച് തിരിച്ചെടുക്കുന്ന ആ രംഗം ഒന്ന് കാണാൻ, അത് വല്ലാത്തൊരു രംഗമായിരിക്കുമല്ലോ. അത് CCTV ക്യാമറ കാണാൻ വേണ്ടി വല്ലാത്ത തിടുക്കമായി. അങ്ങനെ CISFന്റെ പ്രവർത്തകന്മാർ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഡോക്ടർ നേരെ ഈ സുരക്ഷാ പരിശോധന, സ്കാനർ മിഷൻ പരിശോധന കഴിഞ്ഞ് പോകുന്ന ഒരു സീനും ഒരു രംഗം കാണണം. വല്ലാത്തൊരു രംഗമാണ്. ഒരു ചെറിയ കോട്ടവായ പോലും ഇടാതെ മെല്ലെ പൂച്ചയെപ്പോലെ ഇങ്ങനെ പേടിച്ചിരിയെപ്പോലെ ഇങ്ങനെ പോകുന്നൊരു രംഗം, ഓരും കാണാതെ പോകുന്ന രംഗം. ഇങ്ങനൊരു സംഭവം ഇയാളെ മോഷ്ടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഈ രണ്ട് ഷൊയ്ബും ഷാക്കിബ് എന്ന് പറയുന്ന രണ്ട് മോഷ്ടാക്കളെ പിടിച്ചതായിട്ടോ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം സങ്കല്പ നുണ കഥയാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായി. അങ്ങനെ ഉടനെ CIFന്റെ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടിട്ടു, ഈ ഒരു ഇത് പച്ചക്കള്ളമാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഈ റിപ്പോർട്ട് വരലോടുകൂടി നമ്മളെ തുഷാർ മെഹ്ത എന്ന് പറയുന്ന ഡോക്ടറിന്റെ പോസ്റ്ററൊക്കെ അങ്ങ് മാഞ്ഞു, അവിടെ ഇല്ല, പിന്നെ കാണാനേ ഇല്ല. നോക്ക് ഡോക്ടർമാരുടെ ഒരു അവസ്ഥ. മുസ്ലിമുകളെ സങ്കല്പിച്ചുകൊണ്ട് എത്ര പെട്ടെന്നാണ് ഇവിടെ തെറ്റിദ്ധാരണമായി വാർത്ത ഉണ്ടാക്കുന്നത്. എന്നൊരു സംഭവം നടന്നെന്ന് വിചാരിക്കുക. ഷുഐബും അതുപോലെ ഷാക്കിബ് എന്ന മോഷ്ടാക്കൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞ, എന്നാൽ അവർ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? എന്നെ കൃത്യമായി നടന്നതാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യതയുണ്ട്. അവർ മോഷ്ടാക്കളോ തമാശക്ക് പോലും കള്ളം പറയുന്നവനെ മുസ്ലിം എന്ന് പറയരുത്. ഷുഐബ് എന്ന് പേരുള്ളത് കൊണ്ട്, ഷാക്കിബ് എന്ന് പേരുള്ളത് കൊണ്ട് മുസ്ലിമായോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഈമാന്റെ കാര്യങ്ങളും കൃത്യമായി വിശ്വസിക്കുകയും അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് പറയുന്നത്. എൻ്റെ പേര് റഷീദാണ്.
എൻ്റെ പേര് റഷീദ് എന്നതുകൊണ്ട്, അബ്ദുൾ റഷീദ് എന്നതുകൊണ്ട് എന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഞാനൊരു മുസ്ലിമായി ജീവിച്ചാലാണ് എന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റുന്നത്. പേരുള്ളത് കൊണ്ട് മുസ്ലിം ആവണമെങ്കിൽ എത്ര ആളാ മുസ്ലിം? നൂഹ് നബിന്റെ മകന് മുസ്ലിം ആകണ്ടേ? കാഫിറായിട്ട് ചത്തുപോയില്ലേ നൂഹ് നബി? നൂഹ് നബി പ്രവാചകനല്ലേ? ഒരിക്കലും നൂഹ് നബിന്റെ മകന് മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ജിബ്രീൽ പോറ്റിയ മകൻ കാഫിറായി ചത്തല്ലേ, മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. പരിശുദ്ധമായ ദീൻ എന്താ പറയുന്നത്? മോഷ്ടിച്ചാളുടെ കൈ വെട്ടണമെന്നാണ് അല്ലേ? കള്ളം പറയുക എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് എന്ന് മുത്ത റസൂൽ. ആരെങ്കിലും ഒരാൾ, ഒരു മുഅ്മിനായ മനുഷ്യന് കളവ് പറയുമോ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഒരിക്കലും ചെയ്യൂല എന്നാണ്. മുഅ്മിൻ, ഒരു മുസ്ലിം കളവ് പറയൂല. പിന്നെ അവനെ മുസ്ലിം എന്ന് പറയുന്നത് എന്താ? നിന്റെ ഈ തുഷാർ മെഹത്ത് എന്ന് പറയുന്നത് നിന്നെ പോലത്തെ ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവർ അവരുടെ പേര് മുസ്ലിമായി, അവരുടെ തലയിൽ തലപ്പാവുണ്ട് അല്ലെങ്കിൽ കമീസുണ്ട്, അതുകൊണ്ട് നീ മുസ്ലിം എന്ന് പറയരുത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ്, അവരാണ് മുസ്ലിമീങ്ങൾ. മോഷ്ടാക്കൾ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. കള്ളം പറയുന്നവർ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. മുസ്ലിമുകളെ എങ്ങനെയെങ്കിലും സാങ്കല്പിക കഥ ഉണ്ടാക്കിയിട്ട് അവരെ മോഷ്ടാക്കളും ഭീകരവാദികളും തീവ്രവാദികളുമാകാൻ വേണ്ടി പല വിധത്തിലുള്ള ചിത്രീകരണം. അതിൽ അത്ഭുതപ്പെട്ടത് അതല്ല, ഈ വാർത്ത വന്നപ്പോഴേക്ക് കമൻ്റാണ് നോക്കേണ്ടത്. അത്ഭുതമാണ്. മനുഷ്യനെ ഈ സമൂഹത്തിനെ എങ്ങനെല്ലാം കൊലവിളിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ വമ്പിച്ച്. കാരണം ഈ അടുത്ത് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭയങ്കരമായ കുംഭമേൽ ഭയങ്കര അത്ഭുത, അതിനേക്കാൾ സ്പീഡിലാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചത്. ഈ വാർത്ത ഇത്രയും അത്ഭുതകരമാവാൻ കാരണം 2 പേരായിരുന്നു, ഷുഐബും ഷാക്കിബും. ഈ 2 പേരിന്റെ സ്ഥാനത്ത് മറ്റാരുടെ പേരാണെങ്കിൽ ഇതൊന്നും ഇത്രയും പ്രചരിപ്പിക്കുമായിരുന്നില്ല. അള്ളാഹു മുസ്ലിം സമൂഹത്തെ എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള വ്യാജന്മാരെ തൊട്ട് അള്ളാഹു ഈ സമുദായത്തെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.